ഹായ് എവറി വൺ, വെൽക്കം ടു ദി ഡേ 1 ഓഫ് മൈ കമ്മീഷൻ. 3 ദിവസമായിട്ടാണ് കേട്ടോ നമ്മുടെ കമ്മീഷൻ നടക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ എത്തിയ ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ആക്ച്വലി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു 4:30 വി സ്റ്റാർട്ടഡ് ഫ്രം ദ ഹോം ആൻഡ് വി റീച്ച് ദെയർ അറ്റ് കരുനാഗപ്പള്ളി അറൗണ്ട് 6:30. പിന്നെ അവിടെ ഞങ്ങൾ റെസ്റ്റ് ഹൗസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ്സ് കണ്ടു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തോ അന്ന് ലക്ലി വി ഫൗണ്ട് എ ഗുഡ് റെസ്റ്റോറൻറ്റ്. ഫുഡൊക്കെ നല്ലതായിരുന്നു. അപ്പം ഞാനും അനുവും കൂടെ പരസ്പരം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ നല്ലൊരു ഷോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ചെറിയൊരു ഷോപ്പാണ്, കാണാതെ പോകുന്ന ഒരു ഷോപ്പാണ്, പക്ഷേ ദ ഫുഡ് വാസ് ടേസ്റ്റി ആൻഡ് സൂപ്പർ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇതെൻ്റെ കമ്മീഷൻ സാരിയാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലത്തെ സാരി കമ്മീഷൻ ഡേയുടെ അന്ന് എടുത്തതാണ്. ഒരു പീകോക്ക് ബ്ലൂ കളറാണത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കോളേജിലോട്ട് പോവാണ്. വിറ്റാമിൻ ഡി റിച്ച് സൺഷൈനൊക്കെ കൊണ്ട് അങ്ങനെ സുഖമായിട്ട് പോവാണ്. കമ്മീഷൻ്റെ യാതൊരുവിധ ടെൻഷനും എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം ഈ കോഴ്സ് എനിക്ക് പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് എനിക്കുള്ളത്. ഞാൻ BEd ചെയ്യുന്ന കോളേജിൻ്റെ പേര് വലിയ മെമ്മോറിയൽ കോളേജ് എന്നാണ്. ഇടപ്പള്ളിക്കോട്ട ചവറയിലുള്ള കോളേജാണത്. കുറച്ച് ദൂരം യാത്ര ചെയ്ത് ഈ 2 ഇയേഴ്സ് ഞാൻ കുറച്ചൊന്ന് ഫിസിക്കലി ആൻഡ് മെൻ്റലി കുറച്ച് സ്ട്രഗിൾ ചെയ്തെങ്കിലും ദ കോളേജ് വാസ് സൂപ്പർ ആൻഡ് ടീച്ചേഴ്സ് അതുപോലെയാണ്, മാനേജ്മെൻറ്റ് മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആണ്. എല്ലാവർക്കും അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹെൽപ്പ് അവർ ചെയ്ത് കൊടുത്താണ് അവിടെയുള്ള കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ചെന്നുകൊണ്ടേ ഞങ്ങൾ കമ്മീഷൻ വർക്ക്സൊക്കെ താഴെ ജനറൽ ഹാളിൽ വയ്ക്കുകയായിരുന്നു ചെയ്തത്. എല്ലാവരുടെയും കമ്മീഷൻ വർക്ക്സ് അവിടെയുണ്ട്. ഒത്തിരി ഹാർഡ് വർക്ക്, ഇതിൻ്റെ പിന്നിൽ ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട്. എല്ലാവരുടെയും പാരൻസും അല്ലെങ്കിൽ ബ്രദറോ അല്ലെങ്കിൽ ഹസ്ബൻഡോ എല്ലാവരും തന്നെയാണ് മോർണിംഗ് ഹെൽപ്പ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പരസ്പരം കഴിയുന്നത് അത്രയും മാക്സിമം ഹെൽപ്പ് ചെയ്തിട്ടാണ് കുട്ടികളൊക്കെ അവിടെ എത്തിച്ചത്. എല്ലാവരുടെ മുഖത്തും ഇനി 3 ദിവസം കൂടെ മതിയല്ലോ ഈ ഒരു സ്ട്രഗിൾ എന്നുള്ള ഒരു സന്തോഷത്തിലാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓപ്ഷൻ ക്ലാസ്സിലോട്ട് പോയി. അനു എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം അവിടെ നിന്ന് ഫുഡോ ജ്യൂസോ എന്താ കഴിക്കാൻ പോകാൻ തോന്നുന്നു ക്യാൻറ്റീനിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈവനിങ് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിലോട്ട് വന്നു. ഓക്കെ, അന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ ഈവനിങ് എവിടെ നിന്ന് ഫുഡ് കഴിക്കാം എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് സംഗീത പറഞ്ഞു, ചേച്ചി നല്ല ഭൂമി എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റ്, അടിപൊളി ഫുഡാണ്, അഫോർഡബിളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വേറെ നോക്കിയില്ല, നമുക്ക് നേരെ നല്ല ഭൂമിയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. നല്ല ഭൂമി ശരിക്കും ഒരു നല്ല ഭൂമി തന്നെയായിരുന്നു. റേറ്റും അഫോർഡബിളായിരുന്നു, ഫുഡും സൂപ്പറായിരുന്നു. നമുക്കൊരു ട്രിവാൻഡ്രം ടേസ്റ്റ് അവിടെ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റി. കാരണം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും ട്രിവാൻഡ്രത്തെ ഫുഡിൻ്റെ ടേസ്റ്റുമായിട്ടായിരിക്കും ഇവിടുന്ന് പോകുന്നത് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നി നല്ല ഫുഡായിരുന്നു. ആദ്യം തന്നെ ഇവരൊരു വെൽക്കം ഡ്രിങ്ക് തന്നു. ഇറ്റ്സ് കൈൻഡ് ഓഫ് ബ്ലാക്ക് ടീ ആയിരുന്നു. കൊള്ളാം, അത് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിഷസ് ഓർഡർ ചെയ്തു. ഇതിൻ്റെ മെനു കാർഡ് കണ്ടാൽ നിങ്ങൾക്കറിയാം, എല്ലാം നോർമൽ റേറ്റിലുള്ള സാധനങ്ങളാണ്. പക്ഷേ ഐറ്റംസ് എല്ലാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസാണ്. ഞങ്ങൾക്ക് 2 എണ്ണം മാത്രമേ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം കൂടുതൽ ഓർഡർ ചെയ്യാൻ പറ്റിയില്ല, കഴിക്കാൻ സ്ഥലമില്ലായിരുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമായിരുന്നു. അവിടുത്തെ ഒരു ആംബിയൻസും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നല്ലതായിരുന്നു. നല്ല ഹൈജീനിക് ആയിരുന്നു. അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇവിടെ കൊത്തു പൊറോട്ടയും പിന്നെ എന്താണ് കപ്പ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ സൈഡ് ഡിഷായിട്ട് വരുന്ന ഒരു ബീറ്റ്റൂട്ട് ടിനിയൻ, ആ ഒരു സൈഡ് ഡിഷ് ഭയങ്കര ടേസ്റ്റായിരുന്നു അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും ആസ്വദിച്ച് കഴിച്ചൊരു ഫുഡാണ് കുറേ നാളിന് ശേഷം. കാരണം ഈ കമ്മീഷൻ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഒരു ഹറിബറി ആയിരുന്നു. നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഞാൻ കമ്മീഷന് പോയതാണോ അതോ എൻജോയ് ചെയ്യാൻ പോയതാണോ എന്നെനിക്കിപ്പോഴും സംശയമുണ്ട്. കാരണം കമ്മീഷൻ രീതിയിലൊരു ടെൻഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ആ റെസ്റ്റോറൻറ്റിൽ തന്നെ താഴെ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരു ഗ്ലോബ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഗ്ലോബും കൂടെ ഇങ്ങനെ ലക്കിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ പറയുക, അയ്യോ ലക്കി ഇതൊക്കെ മിസ് ചെയ്തു, ലക്കിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറയുമായിരുന്നു. കാരണം അവനെ കൊണ്ടുവരാൻ യാതൊരു വഴിയില്ലായിരുന്നു, അതുകൊണ്ടാണ് കൊണ്ടുവരാതിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സെക്കൻഡ് ഡേ ഓഫ് കമ്മീഷനിലോട്ട് പോവുകയാണ്. രാവിലെ തന്നെ നമ്മൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്നു. ആസ് യൂഷ്വൽ കറക്റ്റ് ടൈമിൽ നമ്മളവിടെ എത്തണം.
സോ ഇന്ന് എനിക്ക് ഒരു ജനറൽ വൈവ് മാത്രമാണ് ഉള്ളത്. ബാക്കി എല്ലാ വൈവും ഇന്നലെ തന്നെ കഴിഞ്ഞിരുന്നു. നെക്സ്റ്റ് നമ്മൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ സെയിം റെസ്റ്റോറൻറ്റ് ഫ്രം വെയർ വി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ഡേ വൺ നമ്മൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആ സെയിം റെസ്റ്റോറൻറ്റിലാണ് വി ഹാഡ് ഗോൺ വേ ബിക്കോസ് വി ഹാവ് നോ ടൈം ടു ട്രൈ എ ന്യൂ ഷോപ്പ്. അത് മാത്രമല്ല ഇറ്റ്സ് വെരി ഹാർഡ് ടു ഫൈൻഡ് എ ന്യൂ ആൻഡ് ഗുഡ് ഷോപ്പ് ദെയർ. അതുകൊണ്ട് നമ്മൾ സെയിം ഷോപ്പ് തന്നെയാണ് പോയത്. കാരണം നമുക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ചെന്നു. ഇന്നും സെയിം ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശ പ്ലസ് കോഫി തന്നെയാണ്. ബട്ട് അനു ചേഞ്ചിൻ്റെ ആളാണ്. അപ്പം അനു ഇന്ന് ചേഞ്ചിനായിട്ട് ചന ഭട്ടൂരിയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ചന ഭട്ടൂരി വന്നതിന് ശേഷം പുള്ളിക്കാരന് തോന്നിയിട്ടുണ്ടാവാം മസാല ദോശ മതിയായിരുന്നു എന്ന്. കാരണം കമ്പാരിറ്റീവ്ലി ചന ഭട്ടൂരിക്ക് കുറച്ച് ടേസ്റ്റ് കുറവുണ്ടായിരുന്നു. നമ്മളിവിടെയൊക്കെ കഴിക്കുന്ന അത്ര ടേസ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു തമിഴ് ഷോപ്പാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മസാല ദോശ ഈസ് കംപ്ലീറ്റ്ലി ലൈക്ക് ആ ഒരു ടച്ചാണ്. അത് ഭയങ്കര രസമാണ്. അതിൻ്റെ കൂടെ കോഫിയും കൂടെ ആകുമ്പം അടിപൊളിയായിരുന്നു. ഞാൻ ഒരാഴ്ചത്തേക്ക് കമ്മീഷൻ വർക്കൊക്കെ തുടങ്ങിയ ആഴ്ച തൊട്ട് ഞാൻ ഡയറ്റിനോട് ബൈ പറഞ്ഞിരിക്കുകയാണ്. സോ ഐ ഹാവ് നോ റിഗ്രറ്റ് ടു ഹാവ് എനിത്തിങ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും മാറ്റിയില്ല. എന്തിഷ്ടമുണ്ടോ അതെല്ലാം കഴിച്ചു. അങ്ങനെ ഈ ID കാർഡൊക്കെ ഇനിയിപ്പോൾ എത്ര ദിവസമായി എൻ്റെ എന്നൊക്കെ അങ്ങനെ ആലോചിക്കുമായിരുന്നു. എൻ്റെ ദോശയാണ് ആദ്യം വന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അനുവിനെ കളയായിക്കൊണ്ട് കഴിക്കുകയാണ്. ഞാൻ അനുവിനോട് ഷെയർ ചെയ്യണം, കഴിച്ചോ ചന ഭട്ടൂരി വരാൻ ലേറ്റ് ആകുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ, ഞാൻ ഫ്രണ്ട്സിനൂടെ പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ അനുവുമായിട്ടാണ് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്നതും. അത് എത്ര പേർക്ക് അങ്ങനെയാണെന്ന് അറിയില്ല. എൻ്റെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ട് ഇങ്ങനെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഫ്രണ്ട്സ് ഉണ്ട്, എന്നാലും വളരെ റെയറാണ് അവരോടെയൊക്കെ പോകുന്നത്. ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാലും ഞാൻ എന്തോ ഒരു ഫാക്ടർ, ഐ ഫീൽ ദാറ്റ് ഐ എം മിസ്സിങ് എ ഫാക്ടർ, ദ ഫാക്ടർ ഇസ് ഹിം. അപ്പം ഇപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് പോയി ഞാൻ അനുവിനെ കൂടെ വിളിച്ച് വരുത്തും. എന്നിട്ട് അവരെ കൂടെ അനുവിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്താലാണ് ഐ എം ഫീലിംഗ് എ കംപ്ലീറ്റ് മീനിങ്. അങ്ങനെയാണ്. അങ്ങനെ ലാസ്റ്റ് അനുവിൻ്റെ ചന ഭട്ടൂരി വന്നു. അത് കൊള്ളാം, പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തി. ഫിസിക്കൽ എഡ്യൂക്കേഷൻ വൈവയ്ക്ക് വെയിറ്റ് ചെയ്യുകയാണ്. ഇത് വാണി എൻ്റെ ട്രെയിൻ മേറ്റാണ്. ഞങ്ങൾ രണ്ടുപേരുമാണ് 2 വർഷം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഒരുമിച്ച്. സോ വി വിൽ മിസ് ദ ജേർണി ഷുവർ. അങ്ങനെ ഞാൻ അവളെ പറഞ്ഞു വിട്ടു ഫിസിക്കൽ എഡ്യൂക്കേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട്. പുള്ളിക്കാരി സാധനമൊക്കെ ആയിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് നേരെ ഡേ 3യിൽ ഐ ആം കംപ്ലീറ്റ്ലി ഫ്രീ. ഐ വാസ് എക്സ്പെക്ടിങ് ഓൺലി ദ ചെയർമാൻ വൈവ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ഡിഡ്ന്റ് ഗെറ്റ്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഫ്രീ ആയതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും റിവ്യൂ തന്നിട്ട് കേട്ടോ. അതൊന്ന് കേട്ട് നോക്കാം. നല്ലപോലെ ഉറങ്ങാൻ പോലും പറ്റാതെ നമുക്ക് ജോലി ചെയ്യാം. പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ചേച്ചി വർക്കെല്ലാം നേരത്തെ ചെയ്യും. ഞങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. അഞ്ചിൻ്റെ അഭിപ്രായം അഞ്ജു. എൻ്റെ നല്ല ഡാർക്കായിരുന്നു. അഞ്ച് പ്രഗ്നന്റ്, അതുകൊണ്ട് വെച്ച് ഡാർക്കായിട്ട് പറഞ്ഞു. സപ്പോർട്ടിങ് അല്ലേ എല്ലാവരും? സപ്പോർട്ടിങ് ആണ്, എല്ലാവർക്കും സപ്പോർട്ടിങ് ആണ്. എല്ലാവരുടെയും ആ ഒരു അവസ്ഥ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സാണ് മാനേജ്മെന്റ് മെമ്പേഴ്സും. എവിടുന്ന്, ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാ? മലപ്പുറത്ത് നിന്ന് കൊല്ലത്ത് നിന്ന് ഹോസ്റ്റലല്ലേ? ഞാനും അമൃതയും കൂടെ എത്ര ദിവസമാടാ? 5 ദിവസം എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ട അമൃതയെ അല്ലേ ക്ലോസ് ആയത്. ഓക്കെ. അപ്പം നമ്മുടെ നാടെന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ നാട്ട് വേണ്ട. ഇവിടെ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. പക്ഷെ അവിടത്തേനെക്കാട്ടും ബെറ്റർ അല്ല എന്നാണോ? എനിക്ക് എൻ്റെ നാടാ ഇഷ്ടം. ഓക്കെ. അപ്പം BEd എങ്ങനെ ഹാപ്പി ആയിട്ട് തീർന്നു? കഷ്ടപ്പെട്ട് തീർന്നു? അപ്പൊ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വന്നു. ഓക്കെ. അപ്പൊ നമ്മളെല്ലാം ബ്രൈഡാണ് കേട്ടോ. BEd കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നത് നമ്മുടെ ബ്രൈഡാണ്. എൻ്റെ നാട്ടുകാരിയാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ആനിയും ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. അഭിപ്രായം പറയൂ പ്ലീസ്. ഒന്നും പറയാനില്ല. ഇപ്പൊ ഒരു സമാധാനം എന്തോ ഒന്ന് ഇറക്കി വെച്ചതുപോലെ. ഓക്കെ. ആനിയുടെ BEd കോഴ്സിന് വേണ്ടി ആനിയുടെ ഫാമിലി വരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്ന് ഇവിടുന്ന് പോവും? സൺഡേ. അപ്പൊ ഇവിടുന്ന് ബൈ പറഞ്ഞു പോവും. പറഞ്ഞോ, BEdന്റെ അഭിപ്രായം പറഞ്ഞോ. വെറുതെ ഇരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ കോഴ്സാണ് അല്ലേ? അല്ല പിന്നെ ഒന്നും പറയാനില്ല. ഞാനാണോ ചെയർമാൻ? BEdനെ പറ്റി ഒരു വാക്ക്. കമ്മീഷൻ തീരുന്ന ഈ സുദിനത്തിൽ അമ്മു ചെയർമാൻ വൈവയൊക്കെ കഴിഞ്ഞ് കിളി പറഞ്ഞിരിക്കുകയാണ്. അമ്മുന്റെ അഭിപ്രായം കളക്റ്റിയാണോ? അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായമൊക്കെ കേട്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരുമിച്ച്
ഒരു ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 2 ഊണ് ഓർഡർ ചെയ്തു. ബാക്കി കൊണ്ടുവന്നവർ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞ് ആ 3rd ഡേ കഴിഞ്ഞു. കമ്മീഷൻ ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും വർക്ക്സൊക്കെ ആയിട്ട് തിരിച്ച് ദേ ആർ ഗോയിങ് ബാക്ക് ടു ദെയർ ഹോം. അങ്ങനെ അമ്മുവും അഖിലയും ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. അതിന് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, ഞാൻ ഇവിടെ നേരെ ഐ എം ഗോയിങ് ടു മീനൂസ് ഹോം. എൻ്റെ ക്ലാസ്സിലുള്ള മീനുവിൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ പോകുന്നത്. ബിക്കോസ് എന്നെ പിക്ക് ചെയ്യാൻ വരാൻ കുറച്ച് ലേറ്റാവും. അപ്പം കോളേജിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യാത്തത് കൊണ്ടും പിന്നെ മീനുവിൻ്റെ വീട്ടിൽ കുറേ ദിവസമായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാത്തത് കൊണ്ടും ഐ ഡിസൈഡഡ് ടു ഗോ ടു ഹർ ഹോം. എല്ലാവരും മനസ്സ് നിറഞ്ഞ് കോളേജിൻ്റെ പടി ഇറങ്ങുകയാണ്. BEdൻ്റെ സോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഒരു ഓൺലൈൻ എക്സാം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ നേരെ മീനുവിൻ്റെ വീട്ടിലേക്ക് ഞാനും മീരയും കൂടെയാണ് കേട്ടോ പോയത്. അവിടെ ചെന്ന് കുറച്ച് ഫ്രഷായി പുറത്തിറങ്ങിയപ്പോൾ മീനുവിൻ്റെ അമ്മ ഞങ്ങൾക്ക് നല്ല കോഫിയും മിക്സ്ചറും ഒക്കെ തന്നു. ഞങ്ങളത് കഴിച്ച് പുറത്തുള്ള കാഴ്ചകൾ കാണുകയാണ്. ആ കാഴ്ചകളാണ് നിങ്ങളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു എന്താ പറയുന്നത് കാം ഒരു വില്ലേജ് ഒരു വൈബായിരുന്നു അവിടെ. ഞങ്ങളവിടെ ഈ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ മീനു ട്യൂഷൻ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാനും മീരയും കൂടെ അവിടെയൊക്കെ കറങ്ങി നടന്ന് അവിടുത്തെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നടക്കുമായിരുന്നു. ഇന്ന് നമുക്ക് സോറി ഒന്ന് താഴെ വീണ കേട്ടോ, സോറി. ഈ ബോട്ടണി മീര ബോട്ടണിയെ പറ്റി സംസാരിക്കുന്നു. ഒരു പ്രേതത്തിനെ കാണിച്ചത്. പ്രേതം ഡിലൂലു ആ ഫിലിമിൽ കുറച്ച് ചാൻസ് തന്നെ കിട്ടുമായിരുന്നു. കാരണം ആ ഒരു ഇതുണ്ട്, ഒരു കുട്ടിത്ത പ്രേതം ഉണ്ട്. ഒരു ചിൽ നിൽക്കുന്നൊരു പ്രേതമാണ്, ഒരു മോഡേൺ. ആയം എന്തുവാ? What is ആയം? This flower seems to be so beautiful and the color is wow. I don't know. See if anybody knows, you can tell me what is this flower. എന്താ ബോട്ടണി ടീച്ചർ, can you tell me? I don't know. ഞങ്ങളുടെ നാട്ടിൽ ഈ പൂവില്ല. നിങ്ങളുടെ നാട് മീൻസ് ഇറ്റ്സ് ജസ്റ്റ് a few minutes far away from here. അങ്ങനെ ട്യൂഷനൊക്കെ എടുത്തു കഴിഞ്ഞ് മീനു ഫ്രീ ആയപ്പോൾ ഞങ്ങൾ കാട്ടിൽ മേക്കതിൽ അമ്പലത്തിലോട്ട് പോവാണ്. കുറേ ദിവസമായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്, എനിക്ക് നടന്നിട്ടില്ല. പക്ഷേ ഇന്ന് വളരെ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് പോകാൻ പറ്റി. അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നല്ല രസമുണ്ടായിരുന്നു. എല്ലാ ടെൻഷനും മാറി. ആ കോഴ്സ് തീരുന്ന ആ ദിവസത്തിൻ്റെ വൈകിട്ട് തന്നെ ദൈവത്തിനെ കണ്ട് നന്ദി പറയാൻ പറ്റി. ഒരു കൈൻഡ് ഓഫ് ബ്ലെസ്സിങ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് ത്രൂ ദ വേർഡ്സ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫീലിംഗ്. അതെനിക്ക് അങ്ങനെ എപ്പോഴും എനിക്കങ്ങനെ ഫീൽ ചെയ്യാറില്ല അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ അന്ന് ശരിക്കും ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് തന്നെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. അവിടെ പ്രസാദം ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മീനു പോയി പ്രസാദം മേടിച്ചുകൊണ്ട് വന്നു. പ്രസാദം മേടിച്ചപ്പോൾ നമുക്ക് ഈ ഇലയിലാണ് കിട്ടിയത്. അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളതിങ്ങനെ 2 സൈഡിലായിട്ട് വെച്ചിട്ട് മീര ആ സൈഡിൽ നിന്ന് കഴിച്ചു, ഞാൻ ഈ സൈഡിൽ നിന്ന് കഴിച്ചു. അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫൺ ഫിൽഡ് ഈവനിങ്. ഭയങ്കര തമാശ നിറഞ്ഞൊരു സമയം നമുക്ക് ഒരുമിച്ച് ചിലവഴിക്കാൻ പറ്റി. ഭയങ്കര ഫ്രീ ആയിട്ട് ഓപ്പണായിട്ട് യാതൊരു ഫിയറും ഇല്ലാതെ യാതൊരു ടെൻഷനും ഇല്ലാതെ എത്ര ദിവസത്തിന് ശേഷമാണ് അങ്ങനെ ഒരു മൊമെൻ്റ് കിട്ടുന്നതെന്നറിയോ. ഇല്ല കള്ളൊക്കെ കുടിക്കുന്നവരെ നല്ല This is a YouTube video, right? You have to take it the whole. Sorry for the mistake. ദാ പോന്നൊരു പട്ടി. നല്ല രസമാണ്. We are 100% blessed today. Yes. ഞാൻ കുറച്ചുകൂടെ വേണം. കൊടുക്കണേ അതിന്. ഇങ്ങനെ എടുക്കാം. ഓക്കെ. The unexpected temple visit, the unexpected stay at Meenu's home, and everything is unexpected today. This payasam is very unexpected.
കടൽ. We finished it together. It is awesome. Taste, super tasty. ഓക്കെ ഇന്നത്തേക്ക് സൈഡ് നെട്ടുണ്ട് രക്ഷപ്പെട്ടു കഴുകാനുള്ള മാത്രമുണ്ട്. ഓക്കെ മതി കാണുന്നില്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നല്ല കടൽക്കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്നതിന് ശേഷം നേരെ വന്നു. ഈ കോളിഫ്ലവർ ബജ്ജി മേടിച്ചു, ഞങ്ങൾ കഴിക്കുകയാണ്. മീനുൻ്റെ ബ്രദർ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ബ്രദർ വീഡിയോയിലൊന്നും വന്നില്ല. അങ്ങനെ ഇതോടുകൂടി 3 days ഇവിടെ തീരുകയാണ്. Thank you so much for everyone who stood with me to complete this course successfully. Especially my parents, my husband, my son, the management members, teachers and Radhakrishnan sir. Thanks a lot from the bottom of my heart.